കുറെ നാളായി പുട്ടുണ്ടാക്കിയിട്ട്. അപ്പൊ ഇന്നൊരു പുട്ടും കടലക്കറിയും തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും പുട്ട് ഇഷ്ടമാണെങ്കിൽ അറിയില്ലാതെ കുഞ്ചൂസ് പുട്ട് കഴിക്കില്ല. എനിക്കും ജിജുവിനും പഴം ചേർത്താണെങ്കിലും ഞങ്ങൾ പുട്ട് കഴിക്കും. പക്ഷേ കുഞ്ചൂസിന് പഴം ചേർത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, കടുക്, സവോള സ്ലൈസ് ചെയ്തത്, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്തിട്ട് സവോള സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവോള സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ പച്ചച്ചവ മാറി കഴിയുമ്പോൾ 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ടൊമാറ്റോ പെട്ടെന്ന് കുക്കാവാനായിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ടൊമാറ്റോ നല്ല പേസ്റ്റ് പോലെ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഈ പൊടികളുടെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചച്ചവ മാറി കഴിയുമ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ശേഷം വാഷ് ചെയ്ത് 7-8 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ള വൈറ്റ് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടല ചേർക്കുമ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളത്തോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇത് കോക്കനട്ട് മാത്രം അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ, വേറെ ഒന്നും അതിലേക്ക് ചേർത്തിട്ടില്ല. കോക്കനട്ടിന്റെ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്ത ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഹാപ്പി